ഡേറ്റ് കഴിഞ്ഞ കാപ്പിപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. മഞ്ഞ കളറ് പിടിച്ച പഴകിയ ക്ലോസറ്റ്, അതുപോലെ തന്നെ ബോർവെല്ലിലെ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇരുമ്പിൻ്റെ കളറ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ മതി. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഡേറ്റ് കഴിഞ്ഞ കോഫി പൗഡർ വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കൊതുകിനെ ഓടിക്കാനുള്ള 2 ടിപ്പുകളാണ്. അതിനായിട്ട് കുറച്ച് കോഫി പൗഡർ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം 2 സൈഡും അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഒരു ഉപയോഗിക്കാത്ത പാത്രത്തിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ കത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ സന്ധ്യാസമയത്തുള്ള കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് കഴിയും. കോഫി പൗഡർ നല്ലൊരു മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണ്. ഇത് കത്തുന്ന സമയത്തുള്ള പുക മതി നമ്മുടെ വീടിനുള്ളിലുള്ള കൊതുകൊക്കെ ഓടിപ്പോവാനായിട്ട്. ആസ്മ പോലുള്ള അസുഖമുള്ളവർ ഇത് ചെയ്യരുത് കേട്ടോ, കാരണം ഇതിൻ്റെ പുക ചിലപ്പോൾ അവർക്ക് പിടിക്കില്ല. അവർക്ക് വേണ്ടി വേറൊരു ടിപ്പ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. കോഫിയുടെ മണം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഒരു ടിപ്പാണ്. പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ഇത് ചെയ്തു വെക്കുകയാണെങ്കിൽ കെമിക്കലുകളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് മൊസ്കിറ്റോയെ ഓടിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സന്ധ്യാസമയത്തൊക്കെ നമ്മുടെ ലിവിങ് റൂമിൽ ഇതുപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ മുറിക്കുള്ളിൽ നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലാണ് കേട്ടോ കോഫിയുടെ. അപ്പം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. രണ്ടാമത്തെ രീതിയിൽ ഇതുപോലൊരു മൺചിരാതിൽ കുറച്ച് കോഫി പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് വീട്ടിൽ നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പം ബാക്കി വരുന്ന എണ്ണയുണ്ടല്ലോ, അത് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് പതിവ്. ആ ഒരു എണ്ണ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ സന്ധ്യാനേരങ്ങളിൽ ഇതുപോലെയുള്ള മൊസ്കിറ്റോ റിപ്പലൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ട് ഒരു തിരിയിട്ട് നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിലും സന്ധ്യാനേരത്ത് വരുന്ന മൊസ്കിറ്റോയൊക്കെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം പുകയുണ്ടാവില്ല കേട്ടോ, ആ ഒരു കോഫിയുടെ മണം മാത്രമേ ഉണ്ടാവൂ. ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഈ ഒരു രീതി ചെയ്യുന്നതായിരിക്കും നല്ലത്. വീട്ടിൻ്റെ ഉമ്മറത്തൊക്കെ ഇതുപോലൊന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുകൊന്നും വീടിനുള്ളിലേക്ക് വരില്ല. അപ്പോൾ ഈ ഒരു 2 ടിപ്പും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. കോഫി ഉപയോഗിച്ചിട്ടുള്ള അടുത്ത ടിപ്പ് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നതാണ്. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിൽ കുറച്ച് കോഫി പൗഡർ ഇട്ടതിന് ശേഷം ഫ്രിഡ്ജിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനുള്ളിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ കുറച്ച് കോഫി പൗഡർ ഒരു പാത്രത്തിലെടുത്തിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൽ കുറച്ച് ഹോൾസുകൾ ഇട്ടിട്ട് ബാത്റൂമിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ബാത്റൂമിനുള്ളിലുള്ള ബാഡ് സ്മെല്ല് പോവും. പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്ത് ബാത്റൂം ഫ്രഷ്നറൊന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഇത്. ബാത്റൂം തുറക്കുന്ന സമയത്ത് നല്ലൊരു കോഫിയുടെ മണമായിരിക്കും കേട്ടോ അതിനുള്ളിൽ. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കോഫി പൗഡർ മാറ്റിയിട്ട് വേറെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഷെയർ ചെയ്യുന്ന ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം. കോഫി പൗഡറും മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് മാത്രമല്ല കേട്ടോ, എല്ലാ ഇൻസെക്റ്റിനെയും ഓടിക്കാനായിട്ട് നമുക്ക് കോഫി പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂണിനടുത്ത് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതേ അളവിൽ തന്നെ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് അടച്ച് ഒരു അരമണിക്കൂർ നേരം മാറ്റിവെക്കാം. ഈ ഒരു കോഫിയുടെയും വിനാഗിരിയുടെയും ഒക്കെ ഒരു സ്മെല്ല് ആ ഒരു ലിക്വിഡിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അടച്ച് അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. ഈ ഒരു ലിക്വിഡ് നമുക്ക് എറുമ്പിനെയും പാറ്റയും പല്ലിയെയും ഒക്കെ ഓടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കോഫിയുടെ സ്റ്റെയിൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ പൊതുവേ ഈ ഒരു ലിക്വിഡ് എവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കിച്ചണിൽ എപ്പോഴും എറുമ്പ് വരുന്ന ഒരു ഭാഗമാണ് സ്റ്റൗവിൻ്റെ ഈ ഒരു ഏരിയ. ഞാൻ എത്ര ക്ലീൻ ചെയ്തിട്ടാലും എപ്പോഴും എറുമ്പുണ്ടാകാറുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ലിക്വിഡ് അവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൽ രാത്രിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു കോഫിയുടെ ലിക്വിഡ് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് ആ ഒരു ഡ്രെയിനേജിൻ്റെ ഭാഗത്ത്. അപ്പം പാറ്റയുടെയൊക്കെ ശല്യം നല്ലതുപോലെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ രാവിലെ വരുമ്പം നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലുമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡ് കറിവേപ്പിലയുടെ ഇല കുരുടുന്ന രോഗങ്ങൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ പുഴുക്കളും പ്രാണികളും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പോയി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ചുവട്ടിൽ എറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത ടിപ്പ് വന്നിട്ട് നമുക്ക് പെട്ടെന്നൊരു പാർട്ടിയോ ഫംഗ്ഷനോ ഒക്കെ ഉണ്ട്, പാർലറിൽ പോയിട്ട് റെഡിയാകാനുള്ള സമയമില്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ കിട്ടുന്നൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാം.
അതിനായിട്ട് 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡറിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകി കളയുവാണെങ്കിൽ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ കിട്ടും കേട്ടോ. പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാൻ ടൈം ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്യാറുള്ള ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ലൊരു റിസൾട്ടാണ്. ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള കോഫി പൗഡർ എടുക്കരുത്, കാരണം നമുക്കത് അലർജി ഉണ്ടാക്കും. ബാക്കി എല്ലാ ടിപ്പുകൾക്കും നമുക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള കോഫി പൗഡർ മതിയാകും. ഇനി നമുക്ക് തംബ്നെയിലിൽ കണ്ടതുപോലെ കോഫി പൗഡർ ഉപയോഗിച്ചിട്ട് മഞ്ഞ കറ പിടിച്ചിട്ടുള്ള ക്ലോസറ്റ് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ വേണം. ഇതിലേക്ക് നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കുന്നത് 1 കപ്പ് വിനാഗിരിയാണ്. കുറേശ്ശെ വിനാഗിരി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കുകയാണെങ്കിൽ പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കുന്നത്. കോഫീനും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ക്ലീനിങ് ഏജൻ്റായിട്ട് മാറും. ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി മഞ്ഞ കറ പിടിച്ച് പഴക്കം ചെന്നിട്ടുള്ള ക്ലോസറ്റ് ആയാലും അതുപോലെ തന്നെ ബോർവെല്ലിലെ വാട്ടർ ഉപയോഗിച്ചിട്ട് ഒരു ചുമപ്പ് വന്നിട്ടുള്ള ക്ലോസറ്റ് ആയാലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ പളപളാന്ന് തിളങ്ങി കിട്ടും. ഒരുപാട് സ്റ്റെയിനുള്ള ബാത്റൂം ആണെങ്കിൽ 1-2 പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മാത്രമാണ് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഡേറ്റ് കഴിഞ്ഞ കോഫി പൗഡർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഷെയർ ചെയ്തത്. ഇതിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. അതുപോലെ തന്നെ കോഫി പൗഡർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന വേറെ ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റിൽ അറിയിച്ചോളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.